ഹായ് ഹലോ എല്ലാവർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദനത്തിൽ വന്നതിന് ശേഷം ഇരുന്ന് ആലോചിക്കുകയാണ്, ഓരോരോ കാര്യങ്ങളായിട്ട് ആലോചിക്കുകയാണ്. നന്ദുവിൻ്റെ മനസ്സാക്ഷി വരികയാണ്. എന്നിട്ട് മനസ്സാക്ഷി നന്ദുവിനോട് പറയുകയാണ്, എന്തിനാടി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇനി നീ വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യമേ നീ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയണമായിരുന്നു. അനാമികയും അനിയുമായിട്ട് കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിൻ്റെ മനസ്സിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയായിരുന്നല്ലോ. നീ അത് പറയാതിരുന്നതാ നിനക്ക് ഏറ്റവും വലിയ തെറ്റായത്. ഇനി നീ ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയണേ, എൻ്റെ മനസ്സിൽ അങ്ങനെ അനിയോട് അങ്ങനെ ഒരു അരുതാത്ത ഇഷ്ടമൊന്നുമില്ല, വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് എന്നിങ്ങനെ പറയുമ്പോഴാണ്, എടി മോളെ അതുകൊണ്ടാണ്, അത് അങ്ങനെ ഒരു ഇഷ്ടം നിനക്കുള്ളത് കൊണ്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെ ആരോടും മിണ്ടാതെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം നീ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിൻ്റെ മനസ്സിലുള്ള ചിന്ത നീ അങ്ങ് എടുത്ത് കളഞ്ഞേക്ക്. കാരണം അനന്തപുരിയിലുള്ള എല്ലാവരും ആ ഒരു ബന്ധത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹവും അധികം വൈകാതെ നടക്കും. അപ്പോൾ പിന്നെ നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വേദനിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനസാക്ഷി പോവുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ആദർശ് നയനെ കാണാത്തതിന് അവിടെ അത്രയും കിടന്ന് നടക്കുന്നു നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഹാളിൽ എല്ലാവരും നിരന്നിരിക്കുകയാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കുകയാണ്, മോനെ നീ കണ്ടില്ലേ മോളെ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇല്ല മുത്തശ്ശി, അവളെ ഇത്രയും നേരമായിട്ട് കണ്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറയാണ്, അല്ല ഇന്ന് മുഴുവനും അവൾ ഹാപ്പി ആയിട്ടാണല്ലോ നടന്നത്. എല്ലാ ദിവസത്തേക്കാളും കൂടുതൽ സന്തോഷവതിയായിരുന്നു. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും ചിരിച്ചും കളിച്ചും അവൾ നിന്നത്. ഇതിൻ്റെ ഇടയിൽ ആരും കാണാതെ നീ മോളെ വഴക്കുവല്ലതും പറഞ്ഞോ എന്നിങ്ങനെ ജാനകി ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, ഇല്ല ചെറിയമ്മേ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് അവളെ വഴക്ക് പറയുന്നത്? അവളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കണം, മോനെ ആദർശേ, ഇനി കനകയും അതുപോലെ ഗോവിന്ദനും പോയ സമയത്തിന് അവരുടെ കൂടെ അവൾ പോയിട്ടുണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, ഇല്ല മുത്തശ്ശി, അതിനൊന്നും ഒരു സാധ്യതയില്ല. കാരണം അവളുടെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു അവൾ. പക്ഷേ അവർ പോയി കഴിഞ്ഞതിന് ശേഷവും ഞാനും അവളും കൂടി ചേർന്ന് സംസാരിച്ചുകൊണ്ട് കുറേ സമയം നിന്നതാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സാധ്യതയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എന്നാലും ഒരു അക്ഷരം ആരോടും പറയാതെ എവിടെ പോയതാ ഈ കൊച്ച് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജ പറയുകയാണ്, എവിടെ പോയതാണെന്നോ, അല്ലെങ്കിൽ ഇവളുമാരെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാമോ? അവളുമാർക്ക് ഇഷ്ടമുള്ളപ്പോൾ വീട് വിട്ടിറങ്ങുക, അലഞ്ഞ് നടക്കുക, ഇതൊക്കെ ഇവളുമാരുടെ ഒരു സ്വഭാവമല്ലേ? ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ജലജ പറയുകയാണ്, ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവളുടെ അനിയത്തി, ഒരു മൊട്ടച്ചി. അവൾ എന്നിട്ട് എന്താ കാണിച്ചത്? ഇവിടെ പൂജയിലൊക്കെ പങ്കുകൊണ്ടിട്ട് ആരോടും ഒരക്ഷരം പോലും ഉരിയാടാതെ ഒറ്റൊരു പോക്കങ്ങ് പോയി. ഇത്രക്കേ ഉള്ളൂ ഇവളുമാരുടെയൊക്കെ സംസ്കാരം എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്തിന് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ജലജ പറയുകയാണ്, കാര്യമൊക്കെ എന്തൊക്കെ പറയാനും, എൻ്റെ മരുമകളെ ഞാൻ അവളെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുമില്ല, അംഗീകരിക്കാൻ പോകുന്നുമില്ല. പക്ഷേ എന്നാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. എൻ്റെ മരുമകളുണ്ടല്ലോ, അവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവളാണ്. പിന്നെ അവൾക്ക് ആരെടുത്തും മേനിമിനുക്ക് കാണിക്കാനും ആരെയും കയ്യിലെടുക്കാനൊന്നും അറിയില്ല. അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളത് വെട്ടിത്തുറന്ന് പറയും എന്നല്ലാതെ നയനയെ പോലെയല്ല. നയനയാണ് അപകടകാരി. അവൾക്കറിയാം എല്ലാവരുടെയും പൾസ് മനസ്സിലാക്കി അതനുസരിച്ച് നിൽക്കാനായിട്ട് എന്ന് പറയുകയാണ്. അവളെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് എൻ്റെ മരുമകൾ തന്നെയാണ് എന്നിങ്ങനെ ജലജ പറയുകയാണ്. അത് പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ മരുമകളെ ഞാൻ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ എന്നാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവയാനി പറയുകയാണ്, എന്തായാലും ഈ വീട്ടിൽ നിൻ്റെ മരുമകളെക്കാളും എന്തുകൊണ്ടും ഗുഡ് എൻ്റെ മരുമകൾ തന്നെയാണ്. നിൻ്റെ മരുമകൾ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും നാളിനെ അമ്മച്ച് കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിന് ഗർഭിണി എന്നൊരു പേരും പറയുന്നുണ്ട്. കാരണം അവളുടെ ഭാഗ്യത്തിന് അവൾ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഗർഭിണിയായി. അതിൻ്റെ പേരിൽ തന്നെ ഇരിക്കുന്നിടത്തുനിന്ന് ഒരു തുണിക്കഷ്ണം പോലും അവളെടുത്ത് മാറ്റില്ല എന്ന് മാത്രമല്ല,
എന്ന് മാത്രമല്ല സ്വന്തമായിട്ട് ആഹാരം പോലും എടുത്ത് കഴിക്കില്ല. എന്നാൽ നയനയാണെങ്കിൽ രാവിലെ ഉറക്കം എണീച്ച് ഈ കുടുംബത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കും, കോലം വരയ്ക്കുന്നതുൾപ്പെടെ. എന്നിട്ട് ഈ പറയുന്ന നിൻ്റെ മരുമകൾക്ക് കഴിക്കാനുള്ള ആഹാരവും വെള്ളം വരെ എടുത്ത് കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. കഴിച്ചു കഴിഞ്ഞാലോ പ്ലേറ്റ് വരെ എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കുന്നത് എൻ്റെ മരുമകൾ തന്നെയാണ്. പിന്നെ ഈ കുടുംബത്തിന് യോജിച്ച രീതിയിൽ പെരുമാറുന്നതും അവൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും അവൾ തന്നെയാണ് നിൻ്റെ മരുമകളെക്കാളും ഗുഡ് എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യയുടെ മുഖമൊക്കെ അങ്ങ് ചുളിയാണ്. അതുപോലെ ജലജയ്ക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഈശ്വരനോട് പ്രാർത്ഥിക്കുക, അവർ എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ മോള് ഇത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ അവരവരുടെ മരുമക്കളുടെ കുറ്റങ്ങളും കുറവുകളും പറയിച്ചിലല്ല ഇവിടെ ഇപ്പോൾ വേണ്ടുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേ നമ്മുടെ ജാനകി ചോദിക്കണം, മോനെ ആദർശ് നീ മോളുടെ വീട്ടിൽ വിളിച്ചൊന്ന് ചോദിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ ആദർശ് പറയണം, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇളയമ്മേ. ഇപ്പോൾ ഞാൻ വിളിച്ച് അവിടെ ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നയന ഈ സമയത്ത് അവിടെ ചെന്നിട്ടില്ലെങ്കിൽ അവരെല്ലാവരും പിന്നെ വിഷമിക്കും. പിന്നെ ഇവിടെ നിന്ന് പോയ ആ സന്തോഷം കൂട്ടക്കരച്ചിലാവും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും വിളിച്ചൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ നയനയാണെങ്കിലുണ്ടല്ലോ റോഡിൽ കൂടെ ഇങ്ങനെ അലയുകയാണ്. രാത്രിയിലാണ്, അർദ്ധരാത്രിയാണ്. നയന ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പഴയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദർശ് നമ്മുടെ നന്ദാവനത്തിൽ വന്നിട്ട് പ്രതിമകളൊക്കെ ഇങ്ങനെ പൂജിക്കുന്ന സംഭവവും, അതുപോലെ നമ്മുടെ നയനയെ ചേർത്ത് പിടിച്ച് എടുത്ത് പൊക്കി ഇങ്ങനെ കറക്കിയെടുക്കുന്ന സംഭവവും, പിന്നെ അവർ രണ്ടുപേരും ചേർന്ന് ഓരോ മത്സരങ്ങളൊക്കെ നടത്തിയിട്ട് അതിലൊക്കെ വിജയിച്ച് ഹഗ് കൊടുക്കുന്ന സംഭവവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, പിന്നീട് നമ്മുടെ നയന ആ കടലാസ് വായിച്ച് നോക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ആദർശിനോട് അച്ഛൻ പറയണം, മോനെ ആദർശ് ഇത്രയും നേരം നമ്മൾ നോക്കിയിട്ടും അവളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സോറി, അവൾ എവിടെ ഉണ്ടെന്നുള്ള ഒരു അറിവ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഫോണിൽ ഇവരെയൊക്കെ വിളിച്ച് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് രണ്ടു പേർക്കും കൂടി പോയി നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, അനി അന്വേഷിച്ച് പോയിട്ട് അനിയുടെ ഒരു വിവരവും ഇല്ലല്ലോ ഏട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജയൻ പറയുകയാണ്, അവനൊന്നും വിളിക്കാത്തത് അവളെ കണ്ടു കിട്ടാത്തത് കൊണ്ടാവും, എന്തായാലും ഞാനും ആദർശും കൂടി ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശും ജയനും കൂടി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജലജ പറയാണ്, കണ്ടില്ലേ ഈ പാതിരാത്രിയിൽ അച്ഛനും മകനും കൂടി അവളെ അന്വേഷിച്ച് പോയിരിക്കുക ഇവിടെ നിന്ന്, ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പിന്നെ കണ്ടറിയാം. കണ്ടില്ലേ, അവൾ ചിലപ്പോൾ ഏതെങ്കിലും ഗുണ്ടാ സംഘത്തിലായിരിക്കും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആദർശിനെ യുദ്ധം ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവളെ ഇവിടെ രക്ഷിച്ചുകൊണ്ട് വരേണ്ടി വരും. ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ്, അത് എന്നെ കുറ്റപ്പെടുത്തിയാണ് പറഞ്ഞതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതെ, എന്നെ ഗുണ്ടാ സംഘങ്ങൾ തട്ടിക്കൊണ്ട് പോയെങ്കിൽ അത് എൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ല, അത് എൻ്റെ സൗന്ദര്യം മൂലമാണ്. ഞാൻ ഇത്തിരി അതിസുന്ദരിയായത് എൻ്റെ കയ്യിലെ കുറ്റം കൊണ്ടൊന്നുമല്ല. ഞാൻ എന്നെ തട്ടിക്കൊണ്ടുപോയ ആളോട് ആവും വിധം പറഞ്ഞതാണ്, ഞാൻ വിവാഹിതയാണ്, ഞാൻ ഗർഭിണിയാണ് എന്നൊക്കെ. പക്ഷേ അയാൾക്ക് എന്നെ കൂടിയേ തീരൂ. അതിപ്പോൾ എൻ്റെ കയ്യിൽ കുറ്റം കൊണ്ടല്ലല്ലോ. സുന്ദരി ആവുന്നതിൽ ഇത്രയധികം വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സൗന്ദര്യം ഒരു ശാപമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ദേവയാനി പറയുകയാണ്, ഏയ് നീ ഇങ്ങനെ തന്നെത്താനെ ഇരുന്നുകൊണ്ട് സൗന്ദര്യത്തിനെ പറ്റി പുകഴ്ത്തേണ്ട ഒരു കാര്യമില്ല. നീ അതിസുന്ദരിയാണെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ കുറേ പുട്ടിയും മേക്കപ്പും ഉണ്ടെന്നല്ലാതെ നിന്നെ എന്തിനു കൊള്ളാം, മേക്കപ്പില്ലാതെ കാണുന്ന കാര്യം പറയണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയണം. അപ്പോൾ ജലജ ഏറ്റുപിടിച്ചിട്ട് പറഞ്ഞ, അത് ശരിയാണ്, ഇവക്ക് എപ്പോഴും ഈ ഒരു ചിന്തയുള്ളൂ, സുന്ദരി സുന്ദരി സുന്ദരി. എടി നീ എന്തിനു കൊള്ളാം, നീ ശരിക്കും പറഞ്ഞ സുന്ദരികളെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണെങ്കിൽ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിടുന്നത്, എന്തായാലും മോളെ കണ്ടിട്ടില്ലാത്തതിൽ വിഷമിച്ചാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത തർക്കങ്ങളുമായിട്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം നമ്മുടെ നയനെ ഇങ്ങനെ അലഞ്ഞു തിരിയാണ്, ഓരോന്നോർത്തോർത്ത് വിഷമിച്ച് പോവുകയാണ്. നമ്മുടെ ജയനും അതുപോലെ ആദർശും കൂടെ പോകുന്ന കാറാണെങ്കിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആദർശ് അച്ഛനോട് പറയണം, അച്ഛാ ഇതുവരെയും കണ്ടില്ലല്ലോ, ഇപ്പോൾ തന്നെ മണി 11 മണിയോടടുത്തു, ഇനി എപ്പോഴാണ്, ഇനി അവൾ എങ്ങോട്ട് പോയെന്നും പറഞ്ഞാണ് നമ്മൾ ഈ റോഡെ ഇങ്ങനെ എത്രയെന്നും പറഞ്ഞ് അന്വേഷിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതേസമയം
അതേസമയം നമ്മുടെ അഭിയാണെങ്കിൽ ഒരു തട്ടുകടയുടെ മുന്നിലിരുന്നിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, അവളെ ഇതുവരെയും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് സന്തോഷിക്കാൻ വകയുള്ള കാര്യം തന്നെ. ഈ പാതിരാത്രി ഇവളെ ഏതെങ്കിലും കൊട്ടേഷൻ ടീമിലെ അംഗങ്ങളോ ഏതെങ്കിലും ഫ്രോഡുകളോ തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിലുണ്ടല്ലോ രക്ഷപ്പെട്ടാനെ. ഇനി അഥവാ മറ്റാരുടെയും കണ്ണിൽ പെടാതെ ആദ്യം അവൾ എൻ്റെ കണ്ണിലാണ് പെടുന്നതെങ്കിലുണ്ടല്ലോ അവൾ പിന്നെ ഈ ഭൂലോകം കാണില്ല. ശിവനും അറിയാതെ അവളെ ഞാൻ പരലോകത്തെത്തിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആദർശിനോട് നമ്മുടെ ജയൻ ചോദിക്കണം, മോനെ നീ കല്യാണിയുടെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് ചോദിച്ചോ? അപ്പോൾ ആദർശ് പറയണം, അച്ഛാ വിളിച്ച് ചോദിച്ചു. പിന്നെ ഫ്രണ്ടെന്ന് പറയാൻ നമുക്ക് അധികമൊന്നുമില്ല, ഞാൻ കല്യാണിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ കല്യാണി പറഞ്ഞു ഈ സമയം വരെ അവൾ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ്. എന്നിട്ട് അനി വണ്ടി ഒരിടത്ത് ഒതുക്കി വെച്ചിട്ട് ആദർശിനെ വിളിച്ചിട്ട് കണ്ടോ, ഏട്ടത്തിയെ കണ്ടു കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ഇല്ല, അവളെ ഇതുവരെയും കണ്ടില്ല എന്ന് പറയുകയാണ്. പിന്നും കാണിക്കുന്നത് നമ്മുടെ അഭി കടയുടെ മുന്നിൽ ഇങ്ങനെ ആലോചിച്ച് മെല്ലെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ പദ്ധതിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, പണ്ടാറടങ്ങിയിരിക്കുകയാണ് ടെൻഷൻ അടിച്ച്. അപ്പോൾ അതേ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ നവ്യ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നത്, കണ്ടില്ലേ സ്വന്തം ചേട്ടത്തിയാണ് കാണാതായത്, എന്നിട്ട് ഇവക്ക് വല്ല ടെൻഷനും ഉണ്ടോ, ഇവളിതേ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇവളെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, ഞാൻ മൊബൈലിൽ കളിച്ചതാണോ ഇപ്പോൾ കുറ്റം? ഞാൻ ഗർഭിണിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഞാനാകെ ടെൻഷൻ അടിച്ച് എനിക്ക് BP ഒക്കെ കൂടി എന്തെങ്കിലും പ്രശ്നം ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മൊബൈലിൽ എൻ്റെ സങ്കടം മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് മൊബൈലിൽ തോണ്ടാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ദുഃഖം മറക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ യൂസ് ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയണം, മോളെ നവ്യേ, കാണാതെ ആയത് നിൻ്റെ സ്വന്തം അനിയത്തിയെയാണ്. അത് ഒരു കാര്യം നിൻ്റെ മനസ്സിൽ വേണം. അതുമാത്രമല്ല, നിന്നെ കാണാതായ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നിൻ്റെ അനിയത്തി അനുഭവിച്ച വേദന എത്രയാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തിന് കൂടുതൽ പറയുന്നത്, കൂടെ ഉണ്ടായിരുന്ന നീ പോലും അത് തൊട്ടറിഞ്ഞതല്ലേ. എന്നിട്ടാണോ അവളെ കാണാതായ സമയത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തോന്നുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ നമ്മുടെ നവ്യ ഉണ്ടല്ലോ ഫോൺ അങ്ങ് മടക്കി വെക്കുകയാണ്. പിന്നീട് ആദർശും ജയനും കൂടി ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്ക് ആദർശിൻ്റെ വണ്ടി നിർത്തുകയാണ്. അങ്ങനെ നമ്മുടെ ജയൻ ഇറങ്ങുകയാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജയൻ പറയുകയാണ്, മോനെ ഒരു കാര്യം ചെയ്യാം ആദർശ്, നീ ഈ വണ്ടിയിൽ നീ പൊയ്ക്കോ, ഞാൻ ഈ ടാക്സിയിൽ പോയി ഞാൻ വേറെ റൂട്ട് പോയി അന്വേഷിക്കാം. ഇപ്പം തന്നെ മണി 12:30 കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു വഴിക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നീ നിൻ്റേതായിട്ടുള്ള രീതിയിൽ നീ ഈ വഴിക്ക് പൊയ്ക്കോ, ഞാൻ മറ്റൊരു വഴിക്ക് പൊയ്ക്കോളാം. അപ്പോൾ അനി അവൻ്റേതായ രീതിയിൽ അവൻ വേറൊരു വഴിക്കാണ് പോകുന്നത്. അപ്പോൾ 3 പേരും 3 വഴിക്കാകുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാവും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആദർശ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ജയൻ ടാക്സിയിലും പോവുകയാണ്. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. മുത്തശ്ശൻ ഇങ്ങനെ രുദ്രാക്ഷം ജപിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ കണ്ണടച്ചിരുന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ്. അതേസമയത്ത് ഇതൊക്കെ കണ്ടിട്ട് ദഹിക്കാതെ നമ്മുടെ ജലജയുണ്ട്. ജലജ പറയുകയാണ്, ഇവളുമാരൊക്കെ പോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, പോദിക്കുമ്പോൾ തിരിച്ചു വരും. ഇതൊക്കെയാണ് ഇവളുമാരുടെ ജന്മ സ്വഭാവം. കണ്ടില്ലേ, ഒരുത്തി കണ്ടില്ലേ ഇരുന്ന് ഉറങ്ങുന്നത് യഥാർത്ഥത്തിൽ. അങ്ങനെ നമ്മുടെ നവ്യ മാറി ഇരുന്നിട്ട് ഉറങ്ങുകയാണ്. അപ്പോഴത്തേക്കാണ് കണ്ടില്ലേ, ഒരുത്തി കണ്ടില്ലേ ഇരുന്ന് ഉറങ്ങുന്നത്, ഇവക്കൊക്കെ ഇത് എങ്ങനെ മനസ്സ് വരുന്നു, ഇവക്ക് എങ്ങനെ ഇടന്ന് ഉറങ്ങാൻ തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ നവ്യയെ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് ജലജ. എന്നിട്ട് പറയണേ, എടി നീ നിൻ്റെ അനിയത്തിയെ കാണാതിരുന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഇവിടെ ഉറങ്ങാനേ പറ്റുന്നില്ല, നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുകയാണ്, അതെ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ അവൾ വരാതിരിക്കുന്നതിൻ്റെ ടെൻഷനിൽ ഞാനിങ്ങനെ ഉരുവി തീരണമെന്നാണോ നിങ്ങളിങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നവ്യ മനസ്സിൽ പറയണം, ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല, ഉറങ്ങാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല. ഇത് എന്തൊരാളുകൾ, ഇങ്ങനെയുണ്ടോ ഒരു വീട്ടുകാർ, ഈ ഒരു വീട് മാത്രമേ ഇങ്ങനെയുള്ളതായിട്ട് കാണുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ ദേവയാനി ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. ദേവയാനിക്ക് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. ദേവയാനി ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇങ്ങനെ ഓരോന്ന് ഓർത്തതായിട്ടൊന്നും കാണിക്കുന്നില്ല, പക്ഷേ ഒരു വിഷമിച്ച മുഖത്തോടു കൂടി ദേവയാനി ഇങ്ങനെ നടന്ന് പോകുന്നത് കാണിക്കുകയാണ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുമാത്രമല്ല ഞായറാഴ്ച സ്പെഷ്യൽ വീഡിയോ ഞാനതിൽ ഇട്ടിട്ടുണ്ട്. ഒരു ശ്രീവിദ്യയുടെയും അതുപോലെ നമ്മുടെ കാവ്യമാധവനോട് മിക്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെടുത്ത് കാണുക. അതുപോലെ തന്നെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ കിടിലൻ റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.